ഉണ്ണി നമ്പൂതിരിയാണ് ഈ തറവാട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് രേണുകയോട് പറയുന്ന നാരായണൻ. അതിഥി മന്ദിരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഈശ്വറും സംഘവും വരാൻ പോകുന്ന ദുരന്തത്തിന്റെ ചില ദുസൂചനകൾ മുത്തശ്ശി കാണുന്നു. അത് ശങ്കുണ്ണിയുമായി പങ്കുവെക്കുന്നു. അതിഥി മന്ദിരത്തിലേക്ക് പോകുന്ന ഈശ്വരനെയും സംഘത്തെയും ഒരു വൃദ്ധൻ തടയുന്നു. അയാളുടെ കോപം കണ്ട് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. ഈശ്വറും സംഘവും മടങ്ങിപ്പോയതിൽ കോപിഷ്ഠയാവുന്ന ദക്ഷകി ഈശ്വർ ഇക്കാര്യം രേണുകയോട് പറയുന്നു. മേലേടത്ത് നമ്പൂതിരി ഇല്ലത്തെത്തിയെന്നും ഉടൻ അങ്ങോട്ട് പോകണമെന്നും പറയുന്ന നാരായണൻ അത് തടയാൻ പദ്ധതിയിടുന്ന ദക്ഷകി. ഇനി തുടർന്ന് കാണുക. കല്യാണി, 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 ഇവളിതെവിടെ പോയി? മുത്തശ്ശന് പാല് കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞതാ ഞാൻ. നാഗമടത്ത് കാരണവർക്ക് കുടിക്കാനുള്ള പാലാണല്ലേ? ഈ വിഷപ്പാല് കുടിച്ച് നാഗമടത്ത് കാരണവർ ഒരിക്കലും ഉണരാ തുറക്കത്തിലേക്ക് പോകും. ഇതാര് തുറന്നു? ഞാൻ അടച്ചു വെച്ചതാണല്ലോ. രേണുടുത്തി, മുത്തശ്ശന് പാല് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പാല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. രേണുടുത്തി എന്തിനതൊക്കെ ചെയ്തത്? ഞാൻ ചെയ്യില്ലായിരുന്നോ? മുത്തശ്ശനും മുത്തശ്ശിക്കും ഞാൻ തന്നെ കാച്ചി കുറുക്കി കൊടുക്കുന്ന പാലാ ഇഷ്ടം. അത് ശരിയാ. രേണുടുത്തി പാല് കാച്ചി കൊടുത്താൽ അതിന് പ്രത്യേകം മധുരം ചേർക്കണ്ടെന്നാ മുത്തശ്ശിയും മുത്തശ്ശനും പറയാറ്. നിനക്ക് ഈയിടെയായി കുറച്ചു കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ ഉള്ള കാര്യാ പറഞ്ഞത്. രേണുടുത്തിയെ പറ്റി മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാ. നീ ഇതല്ല, ഇതിനപ്പുറം പറയുന്നേ എനിക്കറിയാം. നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അത് പറഞ്ഞാ പോരെ? ഇത്രയും വളഞ്ഞു തിരിയണോ? എനിക്ക് എന്ത് കാര്യം സാധിക്കാനാ രേണുടുത്തി? ഈ മനയും ഇവിടുത്തെ മനുഷ്യരും കുറെ നാഗങ്ങളും അല്ലാതെ എനിക്ക് വേറെ എന്ത് ലോകാ? വേറൊരു ലോകമൊക്കെ ഉണ്ട്. നീ ഇവിടെ ഇങ്ങനെ ബാല്യപ്പണി എടുത്ത് എത്ര കാലം ജീവിക്കും? നിനക്കും ഒരു ജീവിതമൊക്കെ വേണം. അതിന് ഞങ്ങൾ നിനക്കൊരു നല്ല ചെക്കനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു വിടും. രേണുടുത്തി, അങ്ങനെയുള്ള സൗഭാഗ്യത്തെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. രേണുടുത്തിയുടെ കല്യാണം നടന്ന് കാണണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട കല്യാണി. ഞാനിപ്പോ അതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. രേണുടുത്തി ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ? ഉണ്ടോ രേണുടുത്തി? ആരെങ്കിലും രേണുടുത്തിയുടെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ ആരാ നായകൻ? നീ ഈ പാലെടുത്ത് മുത്തശ്ശന് കൊണ്ടുപോയി കൊടുത്തേ. പെട്ടെന്ന്. ശരി ശരി. നായകനെയൊക്കെ ഈ മനസ്സിൽ നിന്ന് ഒരു നാൾ കണ്ടുപിടിച്ച് ഞാൻ പുറത്ത് കൊണ്ടുവരും. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അവന്മാർ ഇങ്ങനെ എനിക്ക് പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ വിളിക്കാതെ അവന്മാർ അത്താഴം കഴിക്കാൻ പോയത് കഷ്ടമായി പോയി. എടാ ഈശ്വരേ, നിന്റെയൊക്കെ വയറ് നിറഞ്ഞല്ലോ. ഇനിയിപ്പോ ഫുഡ് ആരോട് ചോദിക്കും? ആ കല്യാണിയോട് ചോദിച്ചാലോ? കല്യാണി മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും മുമ്പിലെത്തി. ഇവൾ ആരും അറിയാതെ രാത്രി പാലെടുത്ത് കുടിക്കുകയാണോ? വെറുതെ അല്ല തടിച്ചുരുണ്ടിരിക്കുന്നത്. എന്തേ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? അല്ല, ഞാൻ അത്താഴം. ഞാൻ അക്കാര്യം അങ്ങ് ചോദിക്കാനിരിക്കുവായിരുന്നു. അതെ, എനിക്കറിയാം.
കല്യാണിക്ക് മാത്രമേ എന്നെയും എന്റെ അത്താഴത്തിന്റെ കാര്യത്തിലും വിചാരമുള്ളൂ. അല്ല, സുന്ദരൻ ഇന്ന് ഉണ്ണാവൃതമാണെന്ന് കൂട്ടുകാര് പറഞ്ഞല്ലോ. എന്തു പറ്റി? അവന്മാർ അങ്ങനെ പറഞ്ഞോ? കേട്ടപ്പോ സന്തോഷം തോന്നി. സുന്ദർ ഈ മനയിലുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് സുന്ദറിന്റെ അത്താഴം ഞാൻ പഴങ്കഞ്ഞിയാക്കി. എടാ ഈശ്വരേ, രാഹുലേ, ചതിയന്മാരെ, എന്നെ ഉണ്ണാവൃതക്കാരനാക്കിയ നീയൊക്കെ അനുഭവിക്കൂടാ. എന്താ സുന്ദർ? അല്ല, നല്ല പാല്, നല്ല വെള്ള നിറമുള്ള പാല്. ഇത് സാധാരണ പാലല്ല, കുങ്കുമപ്പൂവിട്ട് കാച്ചി കുറുക്കിയ പാലാ. അത് ശരി, ഇവള് കുങ്കുമപ്പൂവിട്ടേ പാല് കുടിക്കൂ. ഇവൾക്ക് ഇവിടെ കുങ്കുമപ്പൂവിട്ട പാലാണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? എന്താ ഇങ്ങനെ നോക്കണത്? അല്ല, അത് പിന്നെ ഞാനിങ്ങനെ വെറുതെ. ചേട്ടാ, ഞാൻ അത്താഴം അല്ല പാല്. നിർത്തറ. രാത്രി ഈ ഭാഗത്ത് രണ്ടാളും കൂടി എന്താണ് ചുറ്റിക്കളി? ചുറ്റിക്കളിയോ? ഞങ്ങള് വെറുതെ സംസാരിച്ചു നിന്നതാ ഉണ്ണിയേട്ടാ. അതെ. വീടടുത്ത് കിടന്ന് ഉരുളണ്ട. രണ്ടിന്റെയും ചുറ്റിക്കളികളിൽ 2-3 ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ കൈക്ക് നീ വെറുതെ പണിയുണ്ടാക്കരുത്, കേട്ടാ? ഓ. ഡേ, ഇവന് രാത്രി പാല് കാച്ചി കൊടുക്കലാണ് നിന്റെ പണി. അയ്യോ ഉണ്ണിയേട്ടാ, ഇത് മുത്തശ്ശന് കൊടുക്കാനുള്ള പാലാ. എന്നാ പിന്നെ മുത്തശ്ശനോട് കൊടുത്തൂടെ? എന്തിനാ ഇവനുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്? കൊണ്ടുകൊറി. നിന്റെ ഈ ലേഡീസുമായിട്ടുള്ള കൊഞ്ചിക്കൊടയില് അധികം വേണ്ട. ഇയാളിത് എവിടുന്ന് വരുന്നു? സുന്ദർ പേടിച്ചു പോയോ? അയാളുടെ സിംഹത്തെ പോലുള്ള മുഖം കണ്ട പിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും? പേടിക്കണ്ട, ഉണ്ണിയേട്ടൻ നല്ല സ്നേഹമുള്ള ആളാ. ഓ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടിക്കളിക്കാൻ വരുന്നേ ഉള്ളൂ. ആ, അതൊക്കെ പോട്ടെ. ഈ പാല് മുത്തശ്ശനുള്ളതാണല്ലേ? അതെ. എന്തേ? അല്ല, ഞാൻ മുത്തശ്ശന്റെ മുറിയിലേക്ക് പോകാൻ വേണ്ടി വന്നതാ. പാല് തന്നാ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. വലിയ ഉപകാരം. എന്നാ പിന്നെ ഇത് മുത്തശ്ശന് കൊണ്ടുപോയി കൊടുത്തേക്ക്. ദാ. എന്നാ ഞാൻ പോട്ടെ. ഓ, വലിയ ഉപകാരം. പിന്നെ ഞാനിവിടെ വിശന്ന് വലഞ്ഞിരിക്കുമ്പോഴാ മുത്തശ്ശന് പാലുകൊണ്ട് കൊടുക്കാൻ പോകുന്നത്. തൽക്കാലം ഈ പാലിപ്പ് ആരും കുടിക്കണ്ട. ഇവിടെ വെച്ച് വേണ്ട. ആ ഉണ്ണിയേട്ടൻ എങ്ങാനും കണ്ടോണ്ട് വന്നാ കുടിച്ച പാല് ഛർദിപ്പിക്കും. മേളിലേക്ക് പോവാം. ഓ, ആരുമില്ല. ഞാൻ കുടിച്ചിട്ട് മുത്തശ്ശൻ കുടിച്ചെന്നും പറഞ്ഞ് ഗ്ലാസ് തിരികെ കൊണ്ടു കൊടുക്കാം. ഇനി മുത്തശ്ശൻ പാല് കിട്ടില്ലെന്നെങ്ങാനും പറയൂ. അങ്ങനെയാണെങ്കിൽ പാല് തട്ടിമറിഞ്ഞു പോയെന്നെങ്ങാനും പറയാം. എന്താ ഇവിടെ? അല്ല, ഈ പാല് ഇവിടെ വന്ന് എന്തിനാടാ പാല് കുടിക്കുന്നത്? അല്ല, ഞാൻ പാല് കുടിക്കല്ലായിരുന്നു, ഈ പാലിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ആരാടാ നിനക്ക് ഈ സമയത്ത് പാല് തന്നത്? അതോ നീ അടുക്കളക്കടി എടുത്തതാണോ? അയ്യേ അമ്മാവ, ഇത് കല്യാണി തന്നതാ. വലിയ മുത്തശ്ശന് കൊടുക്കാനായി തന്നയച്ചതാ. വലിയ തിരുമേനിക്ക് കുടിക്കാനുള്ള പാലാണോ നീ ഇവിടെ കൊണ്ടുവന്ന് കട്ടുപിടിക്കാൻ നോക്കുന്നേ? ആണോടാ? എന്റെ അമ്മാവ, ഞാൻ ഈ പാല് മുത്തശ്ശന് കൊടുക്കാനായി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. കല്യാണി പെണ്ണിന് സഹായം ആവുമല്ലോ, വേറൊന്നുമില്ല. വലിയ തിരുമേനിക്ക് നീ പാല് കൊടുക്കണ്ട, ഇങ്ങോട്ട് തരിക. ഞാൻ തന്നെ കൊണ്ടേ കൊടുത്തോളാം. ഇങ്ങോട്ട് തരിക. ഞാൻ കൊണ്ടുപോയി. ദൈവമേ, എന്റെ പാല്. നീ എന്താടാ പോകുന്നില്ലേ? പോടാ. തിരുമേനി, പാല്. അവിടെ ഒച്ചയ്ക്ക് ശങ്കുണിയെ ഞാൻ കുടിച്ചോളാം. ശങ്കുണി, ഓ, രാവിലെ തന്നെ പുറപ്പെടണം. കാലേക്കുട്ടി എഴുന്നേക്കാൻ മറക്കണ്ട. ശരി തിരുമേനി. പൊയ്ക്കോളൂ. ഓ. നിങ്ങൾ അതെടുത്ത് കുടിക്കണം. അതോടെ നിങ്ങളുടെ നാളത്തെ യാത്ര മുടങ്ങും.
നാഗമരണത്തിന് പിന്നാലെ അടുത്ത ആഘാതമായി നാഗമടത്ത് കാരണവരുടെ മരണമാണ് അറിയാൻ പോകുന്നത്. അതെടുത്ത് കുടിക്കുക. ശിവനാഗമേ, നീ എന്റെ ലക്ഷ്യം തകർത്തുവല്ലേ? പാല് മുഴുവൻ പോയല്ലോ തിരുവേനി. താൻ എവിടെയാണ് പാല് കൊണ്ട് വെച്ചത്? തട്ടിവിഴാൻ പാകത്തിൽ വെച്ച് ഇതിലേ നടക്കൂ. തിരുവേനിക്ക് കുടിക്കാൻ ഞാൻ വേറെ പാലെടുത്തോണ്ട് വരാം. വേണ്ട, ഇനി പാല് വേണമെന്നില്ല. ഇവിടം വൃത്തിയാക്കാൻ ആ കല്യാണി വിളിച്ച് പറയൂ. പൊയ്ക്കോളൂ. ഓ, കാരണവരെ, ഭാഗ്യം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടുവല്ലേ? അതെപ്പോഴും തുണയ്ക്കണമെന്നില്ല. രാഹുലേ, എടാ ഈശ്വരള്ളി എവിടെ പോയി? അവൻ നിന്റെ കൂടെ ഇല്ലായിരുന്നോ? ഇല്ലടാ, രാവിലോട്ട് ഞാനും അവനെ അന്വേഷിക്കുക. പിന്നെ അവനെവിടെ പോയി? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ചേടാ, ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് പോയെന്ന്. എന്നാ പിന്നെ സ്വാതിയെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. എടാ, എനിക്ക് തോന്നുന്നതേ ഈശ്വരളെ ആ അതിഥി മന്ദിരത്തിലേക്ക് പോയിട്ടുണ്ടാവുന്ന. അത് ഉറപ്പാ. ഹേയ്, അവൻ നമ്മളില്ലാത്തപ്പോ അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. അല്ല, സ്വാതിയായിട്ട് പോയിട്ടുണ്ടെങ്കിലോ? ആരുടെ കൂടെ പോയാലും ആ കാവൽക്കാരൻ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. ആ, ദേ ഈശ്വരല്ലേ വരുന്നേ. രാവിലെ മുതൽ നിന്നെ കാണാനില്ലായിരുന്നല്ലോ. നീ എവിടെയായിരുന്നു? നീ ഞങ്ങളെ വിളിക്കാണ്ട് എങ്ങോട്ടാ പോയത്? നീ ആ അതിഥി മന്ദിരത്തിലേക്കാണോ പോയത്? അതെ, ഞാൻ അവിടേക്ക് തന്നെയാ പോയത്. നീ എന്തിനാ അങ്ങോട്ട് പോയത്? അങ്ങോട്ട് പോവരുന്ന് പറഞ്ഞിട്ടുള്ളല്ലേ? പോയതുകൊണ്ട് എന്താ പ്രശ്നം? പോണം തോന്നി, പോയി. ഓ, നീ ആ കാവൽക്കാരനെ വീണ്ടും കണ്ടോ? ഇത്തവണയും ആ കാവൽക്കാരൻ മന്ദിരത്തിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. ഞാൻ അവിടെ എത്തുമ്പം അയാളെ കണ്ടിട്ടുണ്ടായില്ല. എവിടുന്നാന്നറിയില്ല. അയാൾ പെട്ടെന്ന് വന്ന് എന്റെ വഴി അങ്ങ് തടഞ്ഞു. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അയാൾക്ക് എന്തോ ശക്തി ഉണ്ടെന്ന്. എന്റെ ബലമായ സംശയം. എന്താ നിന്റെ സംശയം? എടാ, ആ അതിഥി മന്ദിരത്തിൽ പണ്ടെങ്ങാനോ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാവൽക്കാരനാണോ അയാളെന്നാ. അയാളൊരു ഗോസ്റ്റ് ആണെന്നാണോ? ആ, അയാള് ഗോസ്റ്റ് ആയിരുന്നുണ്ടല്ലേ ഞാൻ ഫോട്ടോ എടുത്തപ്പോ ക്യാമറ കിട്ടാതിരുന്നത്. ഒന്ന് പോടാ, ഗോസ്റ്റ് മണ്ണാൻ കട്ട. എടാ, ഈ കമ്പ്യൂട്ടർ യുഗത്തിലാണോ ഗോസ്റ്റ് വരുന്നത്? അതൊക്കെ അങ്ങ് സിനിമയില് വെറുതെ ആളെ പേടിപ്പിക്കാൻ വേണ്ടാത്തൊരു കാര്യങ്ങളായിട്ട് വന്നോളൂ. അല്ലളിയ, നീ അയാളുടെ ഫോട്ടോ എടുത്തായിരുന്നോ? ഞാൻ ആ സമയത്ത് ഒന്നും ഓർത്തില്ലടാ. ആ, കണ്ടോ ആ സമയത്ത് ഇവന് മറവി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയോ? അതയാൾ ഗോസ്റ്റ് ആയതുകൊണ്ടല്ലേ. ആദ്യം നീ ദക്ഷികയുടെ പുറകെയായിരുന്നു. ഇനി ആ കാവൽക്കാരൻ ഗോസ്റ്റിന്റെ പുറകെ പോകാനാണോ നിന്റെ പ്ലാൻ? മണ്ടത്തരങ്ങൾ പറയുമ്പോഴും അല്പം ഡീസൻസി കാണിക്കണം. പിന്നെ എടാ, ആ വൃദ്ധനെ പറ്റി നീ എന്തു പറയുന്നു? നീ പറയുന്ന പോലെ അയാളൊരു ഗോസ്റ്റ് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ കാവൽക്കാരനിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. ആ അതിഥി മന്ദിരത്തിലും ആ ദുരൂഹതയുണ്ട്. നിനക്കെന്താ അങ്ങനെ തോന്നി? എന്തോ എനിക്കങ്ങനെ തോന്നി. നീ ആ വൃദ്ധനോട് പേര് ചോദിച്ചോ? അയാളുടെ വീട് എവിടെയാ? അയാളുടെ പേരും വീടും ഊരും നാടും ഒക്കെ ഞാൻ ചോദിച്ചടാ. പക്ഷെ ഒന്നിനും അയാൾ മറുപടി പറയുന്നില്ല. ഒരു റഫ് ആൻഡ് ടഫ് ടൈപ്പ് ക്യാരക്ടർ അയാൾ.
എന്തായാലും നീ ഇനി ആ ഭാഗത്തേക്കൊന്നും പോകണ്ട. ഇപ്പൊ നീ തനിച്ച് പോയത് തന്നെ ഒരു പ്രശ്നമായിട്ടിരിക്കുക. ആ അതെ അതെ. ഡാ ഈശ്വരേ, രാഹുൽ പറയുന്നത് കേട്ടല്ലോ. ഇനി നീ അങ്ങോട്ട് പോയേക്കില്ല കേട്ടോ. എടാ ഞാൻ ആ മതി മതി വാ. ദേടാ അയാള്. എടാ ഡാ. ആര്? എടാ അയാള്. ആര്? എടാ വൃദ്ധൻ. അയാൾ എങ്ങോട്ട് പോയി? എവിടെ? ഇവിടെ. ആവിയായി പോയോ? എടാ ഞാൻ കണ്ടത് അയാളെ. ഇനി അയാളാണോ അയാളുടെ പ്രേതമാണോ? എന്തു വാടാ ഇത്? എന്ത് മണ്ടനാടവൻ? എടാ ഞാൻ കണ്ടതാടാ. അവിടെ നിന്ന് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? കാലുകൊണ്ട് നടന്നെത്തി. എന്താ സംശയമുണ്ടോ? തൊട്ടുപോകരുത് തന്നെ. അപ്പൂപ്പനെന്തിനാ ഇവിടേക്ക് വന്നത്? നിന്റെ അതിഥി മന്ദിരത്തിലേക്കുള്ള വരവെന്തിനാടാ? അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? എടാ നീ എന്തിനാണ് അങ്ങോട്ട് പോയത്? ഞാൻ പോയില്ലല്ലോ. ഇദ്ദേഹത്തിന് എന്തോ ഓർമ്മപ്പിശക. എന്നാൽ എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. എടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇയാൾക്കെന്തോ ശക്തിയുണ്ടെന്ന്. ഇനി നീ അങ്ങോട്ട് വന്നാൽ എന്റെ സ്വഭാവം മാറും. ഈ വടി കണ്ടോ? ഇത് ഊന്നി നടക്കാൻ മാത്രമുള്ളതല്ല. പിന്നെ പാമ്പിനടിക്കാനായിരിക്കുമല്ലേ? എന്താ ഇവിടെ പ്രശ്നം? ഇതാരാ? ഇയാളാണ് ഞങ്ങളെ അതിഥി മന്ദിരത്തിലേക്കുള്ള വഴി കണ്ട കാവൽക്കാരൻ. ഓ, ഇദ്ദേഹമാണോ അത്? അതിഥി ട്രസ്റ്റി ഒരു കാവൽക്കാരനെ വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാ അറിയുന്നത്. നിങ്ങളുമായി ഇയാൾക്കെന്താ ഇപ്പൊ പ്രശ്നം? ഞാൻ ഇവിടുത്തെ വലിയ തിരുമേനിയും നാഗമടത്ത് അമ്മയും കാണാൻ വന്നതാ. രണ്ടാളും മനയിലുണ്ടോ? മുത്തശ്ശനൊരു യാത്ര പോയിരിക്കുക. മുത്തശ്ശൻ നിലവറയിൽ ധ്യാനത്തിലുമാണ്. എന്താ കാര്യം? ഇവൻ ഇവിടെ വരാൻ പാടില്ല. വിലക്കിയിട്ടും ഇവൻ എന്തിനാ അവിടേക്ക് വീണ്ടും വരുന്നത്? ആദ്യം ഒരു പെണ്ണിന്റെ കൂടെ ഇവന്മാര് മൂന്നും വന്നു. ഇപ്പൊ ഇവൻ തനിച്ച്. അവിടുത്തെ ആൾക്കാരും നാഗമടത്തുകാരും തമ്മിൽ ഉടമ്പടിയൊന്നുമില്ലല്ലോ. പിന്നെന്തിനാണ് ഇവിടെ വരുന്നവരെ നിങ്ങൾ അവിടേക്ക് അയക്കുന്നത്? അത് വേണ്ട. ഇനി ഇത് ആവർത്തിച്ചാൽ പ്രശ്നവും. ക്ഷമിക്കണം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇനി ആ ഭാഗത്തേക്ക് നിങ്ങളെ കണ്ടുപോരുത്. ഈശ്വർ, എന്താ ഇതൊക്കെ? അവിടേക്ക് പോകരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ പോയത്? അത് രേണുവടുത്തി, തനിയെ പോയി എന്തെങ്കിലും ആപത്ത് പറ്റിയിരുന്നെങ്കിലോ? അതൊരു പ്രശ്ന സ്ഥലമല്ലേ? അങ്ങോട്ട് പോവാനുള്ള ഈശ്വരന്റെ ശ്രമം മാറ്റിയേക്ക്. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുന്നേ പരാതി എത്തിയ പ്രശ്നം ആവും. വാ. നിന്റെ ഈ വേണ്ടാത്ത ചിന്തയായി കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. ഡാ, പ്രശ്നമുള്ള സ്ഥലമാണെങ്കിൽ പിന്നെ നീ എന്തിനാ വീണ്ടും അങ്ങോട്ട് പോകുന്നേ? ഇനി നീ അവിടെ പോയിന്നറിഞ്ഞാ ഞങ്ങൾ പോലും കൂടെ നിൽക്കില്ല, പറഞ്ഞേക്കാം. ഇല്ല രാഹുൽ, തൽക്കാലം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമൊന്നുമില്ല. അപ്പൊ നീ വീണ്ടും അവിടേക്ക് പോകുന്നാണോ പറയുന്നേ? ഒരു നാൾ ഞാൻ അവിടെ പോകും. അതിഥി മന്ദിരത്തിനകത്ത് പ്രവേശിക്കുകയും ചെയ്യും. പടാ. ഇവനെന്താ തലയ്ക്ക് കൊടുക്ക വേണ്ട. ഈശ്വർ, നിന്റെ മനസ്സിലെ ആ ചിന്ത മാറ്റുന്നതാണ് നിനക്ക് നല്ലത്.
അല്ലെങ്കിൽ നീ എനിക്ക് ചെയ്ത സഹായം ഞാൻ മറക്കേണ്ടി വരും. ദക്ഷകിക്ക് നല്ല മനസ്സില്ല, പ്രതികാരം മാത്രമാണുള്ളത്. അതുകൊണ്ട് നീ ആ ചിന്ത ഉപേക്ഷിച്ചേക്ക്. എന്താ വന്നത്? ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ഒരുക്കങ്ങളായിട്ടുണ്ടെന്ന് അറിയിക്കാൻ വന്നതാ. അറിഞ്ഞു തന്നെയാ ഉണർന്നത്. മുത്തശ്ശി ഗൗരവത്തിലാണല്ലോ. എന്തോ പ്രശ്നം മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. എന്താ മുത്തശ്ശി പ്രശ്നം? പ്രശ്നം നിങ്ങൾക്ക് അറിയില്ലല്ലേ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണത്? മുത്തശ്ശി എന്ത് പ്രശ്നത്തെ പറ്റിയാ പറയുന്നത്? ഞാൻ ഇവിടെ ഇരിക്കുമ്പോ പുറത്ത് എന്താ നടക്കണത്? ഒന്നും നടന്നില്ലല്ലോ മുത്തശ്ശി. രേണു, നീ എപ്പോഴാ നുണ പറയാൻ പഠിച്ചത്? നിങ്ങളുടെ രണ്ടാളുടെയും മുഖഭാവം കണ്ടാ മതി തെറ്റായി എന്തോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ. എന്താ ഇവിടെ നടക്കണത്? പ്രത്യേകിച്ചൊന്നും നടന്നില്ല മുത്തശ്ശി. കുറച്ചു മുമ്പ് ഒരാൾ എന്നെ ഇവിടെ കാണാൻ വന്നിരുന്നു. നാഗമടുത്ത് മനയുടെ അതിർത്തിക്ക് അപ്പുറമുള്ള അതിഥി മന്ദിരത്തിന്റെ നോട്ടക്കാരൻ.